ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. പെപ്പർ ചിക്കൻ ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും ഇങ്ങനെ വെക്കാനേ തോന്നുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു 3 സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 തക്കാളി അരിഞ്ഞതും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതും കൂടെ മാറ്റി വെക്കാം. ഇനി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ആ സവാള ഒന്ന് വേകാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പെപ്പർ ചിക്കൻ കഴിക്കുന്നത് എറണാകുളത്തുള്ള മുബാറക്ക് ഹോട്ടലിൽ നിന്നാണ്. വീട്ടില് ഞാനും അച്ഛനും അല്ലാണ്ട് വേറെ ആരും ചിക്കൻ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ എപ്പോഴും ഒരേ രീതിയിലായിരിക്കും കറി വെക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ആ തവി കൊണ്ട് തന്നെയൊക്കെ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അഡീഷണൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ചിക്കൻ പൗഡറും ഗരം മസാലയും കുരുമുളക് നമ്മൾ ഒരു 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കാരണം ചോറിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കണം. തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ 2 സ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം നമുക്ക്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. റൈസിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.